ഇസ്ലാം മതം സ്വീകരിച്ചാൽ നല്ല ജീവിതവും പണവും ലഭിക്കുമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഒരു സംഘം ദളിത് സ്ത്രീകളെ മതപരിവർത്തനം നടത്തുന്നുണ്ടെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രലോഭിപ്പിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് നിർബന്ധിച്ച് മതം മാറ്റുകയും ജിഹാദി പ്രവർത്തനങ്ങളിൽ ചേരാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തതായി ഉത്തർപ്രദേശിലെ ഫുൽപൂരിൽ നിന്ന് കാണാതായ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടി കഴിഞ്ഞ ദിവസം കോടതിയിൽ മൊഴി നൽകിയതോടെയാണ് മതപരിവർത്തനത്തിന്റെ തീവ്രത കേരളത്തിൽ എത്രമാത്രം ഉണ്ട് എന്ന് വ്യക്തമാവുന്നത്. അതായത് എന്റെ പൊന്നരമ്മച്ചി, അല്ല വേണ്ട ചേച്ചി, കുറച്ചു ദിവസം മുമ്പ് ഉത്തരേന്ത്യയിലെ ഹിന്ദുക്കളെ മതം മാറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ന്യൂസ് വന്നിരുന്നു, എല്ലാ ചാനലിലും വന്നിരുന്നു. അതിന്റെ കുറച്ചു ദിവസം മുമ്പ് ഉത്തരേന്ത്യയിലെ പള്ളിയിലച്ചന്മാർ ഹിന്ദുക്കളിലെ താഴ്ന്ന ജാതിക്കാരെ മതം മാറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അണ്ടിമുക്ക് ശാഖയിലെ കുണ്ടൻ സംഖ്യകൾ അച്ഛന്മാരെ പള്ളിയിലച്ചന്മാരെ തെലങ്കും പെലങ്ങോട്ട് തല്ലി. അതും എല്ലാ ന്യൂസ് ചാനലിലും വന്നു, പക്ഷെ കർമ്മിൽ മാത്രം വന്നില്ല. ഇപ്പൊ അമ്മച്ചി പറഞ്ഞ ചേച്ചി പറഞ്ഞ ഈ ന്യൂസ് വേറെ ഒരു ചാനലിലും ഇല്ല, കർമ്മിൽ മാത്രമേ ഉള്ളൂ. എന്താ അമ്മച്ചി അങ്ങനെ? അല്ല എന്താ ചേച്ചി അങ്ങനെ? ഇവിടെ ലോകത്തിലുള്ളവ എന്ത് തണ്ടിത്തരം കാണിച്ചാലും അത് മുസ്ലിങ്ങളുടെ തലക്കിട. ഒരു മുസ്ലിം പേരായാലും മതി എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ചാനലാണല്ലോ കർമ്മ എന്ന് പറയുന്ന കുർമ, ഒരു ത്രിസംഖ്യ ചാനൽ അല്ലേ? ചേച്ചി പറഞ്ഞ ഈ ന്യൂസ് ഒരു ചാനലിലും ഇല്ലേ? തെളിവ് വല്ലതും ഉണ്ടോ? ഒരു തെളിവുമില്ല. അടിസ്ഥാനമായിട്ട് എന്തെങ്കിലും തെളിവുണ്ടോ? ഒരു തെളിവുമില്ല. ചുമ്മാ വായിക്ക് വന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ മുസ്ലിമിന്റെ പേരുണ്ടോ, മുസ്ലിങ്ങളാണോ, മുസ്ലിം ക്രൈസ്തവൻ മതം മാറ്റിയാലും അത് മുസ്ലിമിന്റെ തലക്കിടുക എന്നൊരൊറ്റ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു കുർമ ചാനലാണ് കർമ്മ കോപ്പിലെ ചാനൽ അല്ലേ ചേച്ചി? പിന്നെ മുസ്ലിങ്ങൾക്ക് അങ്ങനെ പോയി മതം മാറ്റേണ്ട ആവശ്യമില്ല. മുസ്ലിങ്ങളിൽ തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പിന്നെ എവിടെ നിന്ന് ആൾക്കാരെ പോയി പിടിച്ചുകൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇനി നല്ലൊരു ഫേക്ക് അല്ലാത്തൊരു നല്ലൊരു ന്യൂസ് വേണേ ഒന്ന് കണ്ടോ.